ഹായ് ഗൈസ്, ഹൈപ്പോത്തിക്കേഷൻ, പ്ലഡ്ജ്, മോർഗേജ് ഇത് മൂന്നും സിമിലർ ടേംസ് ആണെന്നുള്ള രീതിയിൽ ഇന്റർചേഞ്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ശരിക്കും ഇത് സിമിലർ അല്ല. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കാർ ലോൺ എടുക്കാം. ഈ കാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പേയ്മെന്റ് മുടങ്ങിയാൽ മാത്രമേ ലെൻഡർക്ക് ഇതിന് മേലൊരു അവകാശം വരുള്ളൂ. അതുവരെ ഇതിന്റെ പൊസഷൻ ആർക്കായിരിക്കും? നമ്മളുടെ ബോറോവർക്കായിരിക്കും. ഇതാണ് ഹൈപ്പോത്തിക്കേഷന്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ മൂവബിൾ പ്രോപ്പർട്ടി പൊസഷനും ഓണർഷിപ്പും ആണ് മെയിൻ ആയിട്ടും വരുന്ന കാര്യങ്ങൾ. ഇനിയുള്ളത് പ്ലെഡ്ജ് ആണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഗോൾഡ് ലോൺ എടുക്കാൻ നേരം ഗോൾഡ് ലെൻഡറുടെ സബ്മിറ്റ് ചെയ്തിട്ട് പൈസയാണ് മേടിക്കുന്നത്. ഇവിടെ പൊസഷനും ഏതെങ്കിലും ഒരു സമയത്ത് റീപേയ്മെന്റ് നടന്നില്ലെങ്കിൽ അത് വിൽക്കാനുള്ള അവകാശവും ലെൻഡറുടെയിലാണ്. ഓണർഷിപ്പ് മാത്രമേ ബോറോവറുടെയിലുള്ളൂ. ഇതാണ് പ്ലെഡ്ജിനുള്ള ഒരു എക്സാമ്പിൾ. അടുത്തതായിട്ട് മോർഗേജ് ആണ് പറയുന്നത്. ഹൈപ്പോത്തിക്കേഷനും മോർഗേജും തമ്മിൽ വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. ഒരേ ഒരു വ്യത്യാസം, ഹൈപ്പോത്തിക്കേഷനിൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹോം ലോൺ. നമ്മൾ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ലോൺ എടുത്തെന്നും പറഞ്ഞ് ആരും വന്ന് ഇറക്കി വിടില്ല. എപ്പോഴെങ്കിലും റീപേയ്മെന്റ് നടക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആൾക്കാർ വന്ന് നമ്മൾ ഇറക്കി വിടുകയുള്ളൂ. ഇത് മോർഗേജിന് ഒരു എക്സാമ്പിൾ ആണ്. ഈ മൂന്ന് കേസിലും ഓണർഷിപ്പ് ബോറോവറുടെ കയ്യിലായിരിക്കും. പ്ലെഡ്ജിന്റെ കാര്യത്തിൽ മാത്രമേ പൊസഷൻ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഈ മൂന്ന് കൺസെപ്റ്റിൽ ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ? ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സ്റ്റേ ട്യൂൺ.